ഹായ് എവരി വൺ. ഇപ്പോൾ കർണാടകയിൽ നഴ്സിംഗ് കഴിഞ്ഞവരെല്ലാവരും നഴ്സിംഗ് രജിസ്ട്രേഷന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. നഴ്സിംഗ് രജിസ്ട്രേഷൻ നമുക്ക് തന്നെ ഫോണിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ആദ്യം ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്ത് ഡിജി ലോക്കറിൽ ലോഗിൻ ചെയ്യണം. നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യാൻ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ SSLC +2 കമ്പൽസറി അല്ല, പക്ഷേ ഞാൻ +2 കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്കറിയില്ലായിരുന്നു, പിന്നീടാണ് മനസ്സിലായത് +2ൻ്റെ ആവശ്യമില്ലയെന്ന്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്തോട്ടോ. പിന്നെ ആധാർ കാർഡ്, അതേപോലെ പാൻ കാർഡ്, ഈ 3ഉം കമ്പൽസറി ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്തു, അതിൽ ലാംഗ്വേജൊക്കെ സെലക്ട് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി ഈ ഡിജി ലോക്കർ മുന്നേ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. സോ എനിക്ക് മുന്നേ അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ പുതിയൊരു ഇതേപോലുള്ളൊരു ഫേസ് വരും. എന്നിട്ട് അതിൽ സെർച്ചിൽ പോയിട്ട് നമുക്ക് ഏത് ഡോക്യുമെൻ്റ് ആണോ വേണ്ടത്, ഇപ്പോൾ SSLC ആണെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക SSLC. ഇനി +2ൻ്റെ സർട്ടിഫിക്കറ്റ്, അതേപോലെ പാൻ കാർഡ്, നമുക്ക് ഗവൺമെൻറ് റിലീസ് ചെയ്ത ഏതൊരു സർട്ടിഫിക്കറ്റും ഈ ഡിജി ലോക്കർ വഴി നമുക്ക് കിട്ടും കേട്ടോ. ഇതെൻ്റെ SSLCയുടെ ആണ് കേട്ടോ. അപ്പോൾ ഗെറ്റ് ഡോക്യുമെൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫെച്ചിങ് ഡോക്യുമെൻ്റ് എന്ന് വരും. ഒരു 5 സെക്കൻഡിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. നമ്മുടെ 10th, പാൻ കാർഡ്, ആധാർ കാർഡ്, ഇത് മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിടണം. നെക്സ്റ്റ് വീഡിയോയിൽ കർണാടക നഴ്സിംഗ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്ന് അപ്ലോഡ് ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ, ബൈ ബൈ.